ഇന്ന് നല്ല ചിക്കൻ പുലാവിൻ്റെ റെസിപ്പി ആയിട്ട് നല്ല ടേസ്റ്റിയാണ്. എപ്പോഴും മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് മടുത്തിരിക്കുന്ന സമയത്ത് അധികം മസാലകളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ നല്ല പുലാവാണിത് കേട്ടോ. 2 ചിക്കൻ പീസ് എടുത്തിട്ട് പാൻ വെച്ച് നെയ്യ് ഒഴിച്ചെടുത്ത് എല്ലാ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് നെയ്യ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്ത് അര പീസ് സവോള സ്ലൈസ് ചെയ്തതും അതുപോലെ തന്നെ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ 2 ചിക്കൻ പീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ചിക്കൻ ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ കുരുമുളകും 2 പച്ചമുളകും ഇട്ട് കൊടുക്കണേ. 1.5 ഗ്ലാസ് അരി 2 ചിക്കൻ പീസും വേവാൻ ഈ എരിവ് മാത്രം മതി കേട്ടോ. 1 സ്പൂണ് കുരുമുളകും 2 പച്ചമുളകും മാത്രം കേട്ടോ. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അധികം പുളിയില്ലാത്ത തൈര് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പുളിയില്ലാത്ത 2 സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മല്ലിച്ചപ്പം പുതിന ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം 1.5 ഗ്ലാസ് അരി വേവാനിലെ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കണം കേട്ടോ. ആ കുക്കറിൽ നമുക്കത് വിസിലടുപ്പിച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ റൈസും അതിൻ്റെ കൂടെ ഇടാം. ഞാൻ അങ്ങനെ ചെയ്യില്ല, ചിക്കൻ മാത്രം ഇട്ട് വിസിലടുപ്പിച്ചിട്ട് ചിക്കൻ തനിയെ മാറ്റിയിട്ട് കുറച്ച് പെപ്പർ ഇട്ടിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ റൈസ് വേവിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പെപ്പറിൽ നമ്മുടെ ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവറിൽ റൈസ് ആട്ടോ. അത് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.